പെൺമ. പെൺ മനസ്സിന്റെ സ്വപ്ന വഴികളിലൂടെ. നിർവഹണം ഭാഗ്യലക്ഷ്മി. നമസ്കാരം. പെൺമയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. വലിയ കൃഷിസ്ഥലങ്ങളോ വലിയ നിക്ഷേപങ്ങളോ ഇല്ലാതെ തന്നെ കഠിനാധ്വാനവും കൃത്യമായ ആസൂത്രണവും ഉണ്ടെങ്കിൽ കൃഷിയിൽ മികച്ച വിജയം നേടാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മാനന്തവാടി അമ്പൂത്തി സ്വദേശിനിയായ ബീന. സ്വന്തം വീട്ടിൽ തന്നെ കൂൺ കൃഷി ആരംഭിച്ച് അതിലൂടെ മികച്ച വരുമാനമാണ് ഇവർ നേടുന്നത്. സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണക്കാരനും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, വലിയൊരു ആത്മവിശ്വാസവും പ്രചോദനവുമായ ബീന ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക്. എൻ്റെ പേര് ബീന. അമ്പൂത്തിയിലാണ്, മാനന്തവാടി അമ്പൂത്തിയിലാണ് താമസിക്കുന്നത്. പിന്നെ ചേച്ചി എന്താ ചെയ്യുന്നത്? ഞാൻ ചെറിയ രീതിയിൽ ഞങ്ങൾ കൂൺ കൃഷി ചെയ്യുന്നുണ്ട്. അതിനെ കൊണ്ടുള്ള വിവിധ ഐറ്റങ്ങളും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അച്ചാറ്, ചമ്മന്തിപ്പൊടി, കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കും. പക്ഷെ അത് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ചമ്മന്തിപ്പൊടിയും അച്ചാറും അതൊക്കെ നല്ല രീതിയിൽ തന്നെ സെയിലാകുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകാനും ഒക്കെ ഓരോരുത്തർ ഓർഡർ തരുന്നുണ്ട്. ചേച്ചി മുൻപ് എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ? അതോ ആദ്യം ലാബിൽ വർക്ക് ചെയ്യായിരുന്നു. എവിടെയായിരുന്നു? കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ഹോസ്പിറ്റലിൽ. പഠിച്ചതൊക്കെ പെരാവൂര്. ആ ജോലി വിട്ട് ഇതിലേക്ക് ഇറങ്ങാനായിട്ടാണോ? അല്ല, കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ ജോലിക്ക് പോയില്ല. പിന്നെ യൂട്യൂബിലൊക്കെ ഈ കൂൺ കൃഷിനെ പറ്റി കണ്ട് ഞങ്ങൾക്ക് ആദ്യം ഒരു കച്ചവടമായിരുന്നു. അപ്പം അത് അത്ര സക്സസ് അല്ലാന്ന് തോന്നിയപ്പോൾ അതുകൊണ്ട് യൂട്യൂബിലൊക്കെ കണ്ട് അങ്ങനെ ഒരാളെ വിളിച്ച് ഞങ്ങൾ ഷെഡും കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ ഒത്തിരി നഷ്ടം വന്നു. ഷെഡും ഇതൊക്കെ ചെയ്തപ്പം ഞങ്ങൾ പിന്നീടാണ് അറിഞ്ഞത് ഇത് ഭയങ്കര ചീറ്റിങ്ങായി പോയി. സ്വന്തം ആളെ വിളിച്ച് ചെയ്യുവാണെങ്കിൽ അത് ഒരു 75,000-ലൊക്കെ അടങ്ങുന്ന ഒരു ഇതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി നഷ്ടം വന്നു. അതുപോലെ പെല്ലറ്റും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഒത്തിരി വില കൊടുത്താണ് നമ്മൾ. ഇപ്പം സൊസൈറ്റി രൂപീകരിച്ചപ്പം 675 രൂപയ്ക്ക് കൃഷിക്കാർക്ക് കൊടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കൃഷി പ്രോത്സാഹിപ്പിക്കാനും എല്ലാം ഒത്തിരി പേര് സംശയങ്ങളൊക്കെ വരുമ്പോഴും ഹസ്ബൻഡായാലും ഞാനായാലും അവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ തയ്യാറാണ് നിങ്ങൾ. അപ്പോൾ ചേച്ചിയെ പോലുള്ള വീട്ടമ്മമാർക്ക് ഇതുപോലുള്ള ഇത്തരം കൂൺ കൃഷിയൊക്കെ ചെയ്യുന്നത് അത് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ എത്ര സഹായിക്കും? സ്വന്തമായി വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കൂൺ കൃഷി. പക്ഷെ അതിൻ്റെ അകത്ത് ഒത്തിരി കേടുകളും അങ്ങനെയൊക്കെ വരുവാണെങ്കിലും പക്ഷേ 20 ദിവസം കൊണ്ട് തന്നെ വിളവെടുക്കുന്ന ഒരു കൃഷിയാണല്ലോ കൂണ്. പക്ഷേ ഇങ്ങനെയൊരു കൃഷി വേറെ ഒന്നുമില്ല. പക്ഷെ നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ നമുക്കൊരു ടൈം പാസ് ആയാലും പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇതിലേക്ക് നല്ലൊരു വരുമാനമാണ് വീട്ടമ്മമാർക്കെന്ന് പറയാൻ. അപ്പോൾ നിങ്ങളത് വിളവെടുക്കുക, അത് പാക്കാക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ദിവസം എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും? അതിന് വലിയൊരു സമയമൊന്നും സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. ആകെ 1 മണിക്കൂർ 1.5 മണിക്കൂർ പിന്നെ പറിച്ച് അത് പാക്കാക്കി. പിന്നെ കൂടുതൽ ഒരു 4-5 കടയുണ്ട് ടൗണിൽ. അത് കഴിഞ്ഞ് ഒത്തിരി കൂടുതലുണ്ടെങ്കിൽ ഞാൻ സ്കൂളുകളിലായാലും പിന്നെ വീടുകളിലായാലും കൊണ്ടുകൊടുത്ത്. അതിനും വലിയൊരു സമയമൊന്നും വേണ്ട. അതും നമ്മൾ സ്വന്തമായിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു തൃപ്തി, സന്തോഷമുള്ള ഒരു കൃഷിയാണ്. അപ്പം എത്ര ഇത് പാക്ക് ചെയ്യുന്നത് എത്ര എമൗണ്ട് ആണ് ഒരു പാക്കറ്റിന്? ഇപ്പം 200 ഗ്രാമിന് നമ്മൾ 90 രൂപ വെച്ച്. അത് ഗ്യാസിനും വിറകിനൊക്കെ വില കൂടിയത് കൊണ്ടാണ്. കഴിഞ്ഞ കൊല്ലം വരെ 80 രൂപയ്ക്ക് 200 ഗ്രാം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങൾ അളവും ഇതൊന്നും തൂക്കമൊന്നും നോക്കാറില്ല. പക്ഷെ ഞാൻ ഈ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. 200 ഗ്രാമല്ല, ചിലപ്പം കൂടുതൽ പാക്കറ്റിൽ കിട്ടും. നമുക്ക് കഴിക്കുമ്പോൾ അതിനൊരു വാങ്ങുന്നവർക്ക് കുറച്ചൊരു കാണുമ്പം ഒരു തൃപ്തി വേണ്ടേ, അതിന് അനുസരിച്ച് ഞാൻ ചെയ്യും. ഇപ്പം കൂൺ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക മാത്രമല്ല, അതുകൊണ്ട് പല വിഭവങ്ങളുണ്ട്, ഐറ്റംസ് ഉണ്ടാക്കുന്നു പറഞ്ഞു. എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ്? ഞാൻ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും, പിന്നെ അച്ചാറുണ്ടാക്കും. അച്ചാറുണ്ടാക്കി ഞാൻ കൊടുക്കുന്നുമുണ്ട്. ചമ്മന്തിപ്പൊടിക്കും ഓർഡർ ഉണ്ട്. പിന്നെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമെന്ന് പറയുന്നു. പക്ഷേ അത് ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ. പക്ഷെ അതിലേക്ക് കടക്കും ഞാൻ. ഇപ്പോൾ ചേച്ചി ഇതിൻ്റെ ഒരു സാധ്യതകളൊക്കെ സജസ്റ്റ് ചെയ്തിട്ട് ചേച്ചിയുടെ അറിവിൽ വേറെ ആരെങ്കിലും സ്ത്രീകളൊക്കെ ഇത് തുടങ്ങിയതായിട്ട് അറിയോ? ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ 2-3 പേര് തുടങ്ങാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഷെഡ് ഇത് വെറുതെ ഇരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൂട്ടുകാരികളൊക്കെ ആയിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നല്ലൊരു വരുമാനമാണ്. നമ്മൾ എന്തിനും ആണുങ്ങളെ ആശ്രയിക്കുന്ന ഒരു ഇതിലേക്ക് വരാതെ സ്വന്തമായിട്ട് നമ്മളെ കയ്യിലൊരു
പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് നല്ലൊരു വരുമാന മാർഗം തന്നെയാണെന്ന് ഞാൻ വലിയ റിസ്ക് ഇല്ലാതെ വലിയ റിസ്ക് ഒന്നുമില്ല. വൈകുന്നേരം പിന്നെ പെല്ലറ്റ് നനച്ച് വെക്കും, രാവിലെ ഹസ്ബൻഡ് ഇത് നിറയ്ക്കും, വിത്തിട്ട് വലിയ റിസ്ക് ഒന്നുമില്ല. അതിന് നിറയ്ക്കേണ്ടി വരുന്ന ഒരു മണിക്കൂർ. അവരും വണ്ടിയിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് നിറയ്ക്കുന്നത്. അവരെ ജോലി നടക്കും, നമ്മളെ ജോലി നടക്കും. പ്രത്യേകിച്ച് സമയം മാറ്റി വെക്കേണ്ടതായ ഒരു അവസ്ഥയൊന്നുമില്ല. അപ്പം യൂട്യൂബിൽ കണ്ടിട്ടാണ് ചേച്ചിക്ക് ഇങ്ങനെ ഒരു കൃഷിയെ കുറിച്ചുള്ള ഒരു പ്രചോദനം വന്നത്. ശരിക്കും നമ്മൾ സോഷ്യൽ മീഡിയ കുറ്റം പറയും, പക്ഷെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങളും ചെയ്യാം. അല്ല, ഇത് കണ്ടതുകൊണ്ടാണല്ലോ എനിക്കിത് തുടങ്ങാനുള്ള ഒരു പ്രേരണ ഉണ്ടായത്. പക്ഷെ അവരെ കുറ്റം പറയുന്നതല്ല. പക്ഷെ അവർ പറയും 100 രൂപക്ക് നമ്മൾ തുടങ്ങി അങ്ങനെയൊക്കെ കാണുന്നതാ. പക്ഷെ അതൊന്നും അങ്ങനെയല്ലാന്നാ ഞാൻ പറയുന്നത്. 100 രൂപക്കൊന്നും തുടങ്ങിയിട്ട് അത് ഫലപ്രദമായ രീതിയിലെല്ലാണ്. പക്ഷെ നല്ലൊരു വരുമാന മാർഗം തന്നെയാണ് വീട്ടമ്മമാർക്ക്. ഈ റെസിപ്പി ചേച്ചി ചെയ്യുന്ന വിഭവങ്ങളുടെ റെസിപ്പി ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ചേച്ചി സ്വന്തമായിട്ട് കണ്ടെത്തിയതാണോ, എങ്ങനെയാണ്? സ്വന്തമായിട്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഒന്നും ഞാനിങ്ങനെ അല്ലാത്ത അച്ചാറിടുന്ന പോലെ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കി. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ കൊടുത്തു നോക്കി ഇതെങ്ങനെയുണ്ടെന്ന്. പിന്നെ ഞാൻ എൻ്റെ ചെറിയ മോനെ LF സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം അവിടെയുള്ള ടീച്ചേഴ്സിനെ കൊടുത്തു നോക്കി. അപ്പം അവിടെയുള്ള ഒരു ടീച്ചറും പറഞ്ഞു നല്ലതായിട്ടുണ്ട്, നിങ്ങൾക്കിതൊരു പിന്നെ മാർക്കറ്റിംഗ് ആയിട്ട് ഏറ്റെടുത്തൂടെ. അപ്പോഴാണ് എനിക്ക് ആ ഒരു ബോധം വന്നത്. അപ്പോഴാണ് ഇവിടെ ആൾക്കാർ ഓർഡറുമായിട്ട് സമീപിക്കാൻ തുടങ്ങി. അതുപോലെ ഇപ്പം ഓൺലൈൻ ബിസിനസ് സാധ്യതകൾ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തി തുടങ്ങിയോ, എങ്ങനെയാണ്? അത് ഞാൻ തുടങ്ങിയില്ല. ഇപ്പൊ തന്നെ ഇവിടെ തന്നെ നമുക്ക് അച്ചാറിനും ഇതിനൊക്കെ ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്. അവർക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനായാലും അല്ല. അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ അതിനെങ്ങനെയാ വില? ഞാൻ 200 ഗ്രാമിന് 100 രൂപയായിട്ടാണ് കൊടുക്കുന്നത് അച്ചാറ്. ചമ്മന്തിപ്പൊടി ആണെങ്കിലും ഒരു 90 രൂപക്കൊക്കെ കൊടുക്കും. 200 ഗ്രാം. കൂണുകൊണ്ട് അതുപോലെ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന മറ്റ് പിന്നെ പായസം കൂൺ പായസം ഉണ്ടാക്കാം. അതും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. അത് ഞാൻ പുറമെ ഇതാക്കിയിട്ടില്ല, വീട്ടിൽ തന്നെ പരീക്ഷിച്ചത്. അതും നമ്മൾ കളയുന്ന എന്നിട്ട് ഈ കൂണ് പാക്കാക്കി കഴിയുന്ന ആ വേസ്റ്റാണ്. വേസ്റ്റ് എന്ന് മീൻസ് നമ്മളത് കളയുന്ന സാധനം കൊണ്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അതിൻ്റെ അടിവശം ചെത്തി കളയല്ലോ, അതുകൊണ്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അതും പിന്നെ കുറച്ച് നമ്മൾ ചെറുതൊന്നും നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഇടൂല. അതുകൊണ്ടൊക്കെയാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത്. ശരി. അപ്പം എല്ലാം ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് എല്ലാം പിന്നെ ഒന്നും നഷ്ടപ്പെടുത്താതെ അതെല്ലാം എന്തെങ്കിലുമൊക്കെ ചെയ്ത് അച്ചാർ പൊടിയോ അല്ല ചമ്മന്തിപ്പൊടിയോ പിന്നെ അച്ചാറോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഞാനതിനെ ചെയ്താണ്ട്. ഇനി മറ്റെന്തെങ്കിലും ചെയ്ത് നോക്കണം എന്ന് ചേച്ചിക്ക് ഒരു ആഗ്രഹമുണ്ടോ? കൂൺ കൃഷി അല്ലാതെ ഞാൻ വേറെ ഒന്നും ഇപ്പം ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇത് തന്നെ ഒരു നല്ലൊരു വരുമാനം ആയതുകൊണ്ട് ഇതിൽ തന്നെ. പിന്നെ ബട്ടൺ മഷ്റൂം എന്ന് പറയുന്ന അതൊന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണ് അതാ മുട്ടുകൂഴും ഇതിൻ്റെ. അപ്പം അതിന് കുറച്ച് പൈസ ചിലവുണ്ടെന്ന് പറയുന്നത്. AC കാര്യങ്ങളൊക്കെ വേണം. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ അത് ആദ്യം കുറച്ചൊന്ന് ചെയ്ത് നോക്കിയിട്ട് വീടിൻ്റെ ടെറസിൽ തന്നെ ഒന്ന് ചെയ്യാന്നുള്ള. അപ്പോൾ കൂൺ ആവശ്യമുള്ളവരും അല്ലെങ്കിൽ ചേച്ചി ഉണ്ടാക്കുന്ന ഈ ചമ്മന്തിപ്പൊടി അച്ചാറൊക്കെ ആവശ്യമുള്ളവരും എങ്ങനെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം? അല്ല, ഞാൻ കൂണ് കൊടുക്കാൻ പോകും, വീടുകളിൽ കൊടുക്കാൻ പോകുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറയും ഇങ്ങനെ ഒരു ഐറ്റം കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അവരും മറ്റുള്ളവരോടും പറയും. അപ്പം അവർ നമുക്ക് ഓർഡർ തരും. അങ്ങനെയൊക്കെ ടീച്ചേഴ്സ് ആയാലും എല്ലാവരും ചെയ്യൂലേ. ഇപ്പോൾ നമ്മളിതിപ്പോൾ റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് ആർക്കെങ്കിലും കേട്ടിട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പം അവർ നമുക്ക് നമ്പറും ഇതാക്കി കൊടുത്ത് നമ്മൾ അയച്ചും കൊടുക്കും, കൊറിയറായിട്ട് അയച്ചും കൊടുക്കും. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒന്ന് പറയാൻ പറ്റുമോ? 97 440 95 634. അപ്പം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫ്രഷ് ആയിട്ടുള്ള കൂണും വാങ്ങിക്കാം, ചേച്ചി ഉണ്ടാക്കുന്ന മറ്റ് ഐറ്റംസും വാങ്ങിക്കാം. അപ്പോൾ എന്തായാലും നല്ലൊരു സാധ്യതയാണ് ചേച്ചി കണ്ടെത്തിയതും അതിൽ വിജയിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൽ ഇനി കൂടുതൽ കാര്യങ്ങൾ ചേച്ചിക്ക് പരീക്ഷിക്കാനും വിജയിപ്പിക്കാനും സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. കൂൺ കൃഷിയിലൂടെ മികച്ച വിജയം കൈവരിച്ച ഒരു സംരംഭകയായ മാനന്തവാടി അമ്പൂത്തി സ്വദേശിനി ബീനയുടെ വിശേഷങ്ങളാണ് പെൺമയിലൂടെ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. വീട്ടിലിരുന്ന് തന്നെ മികച്ച വരുമാനം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു മാതൃകയാണ് ബീനയുടേത്. കൃഷിയോട് താല്പര്യമുള്ള ഏതൊരു സ്ത്രീക്കും വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ മാന്യമായ വരുമാനം നേടാൻ കഴിയുന്ന മികച്ചൊരു സ്വയം തൊഴിൽ മാർഗത്തെ പരിചയപ്പെടുത്തിയ ബീന ചേച്ചിയുടെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു പെൺ സുഹൃത്തുമായി പെൺമയുടെ പുതിയൊരു അധ്യായത്തിൽ വീണ്ടും എത്താം. നന്ദി, നമസ്കാരം. പെൺമ, പെൺ മനസ്സിന്റെ സ്വപ്ന വഴികളിലൂടെ.
നിർവഹണം ഭാഗ്യലക്ഷ്മി.